കൃഷ്ണാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു പൊട്ടറ്റോ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമുക്ക് ചോറിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ടും ചപ്പാത്തിക്കും വേണമെങ്കിൽ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു മസാലയാണ്. അതിനുവേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് 1 ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കാം. ജീരകത്തിൻ്റെ കൂടെ നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഞാൻ 2 ഉള്ളി 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഏകദേശം വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മസാല ചേർക്കണം. ഇതിൽ ഞാൻ 1 ടീസ്പൂണോളം മുളക് പൊടിയും 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ഞാനിവിടെ ഒരു 3 ഏകദേശം മീഡിയം സൈസുള്ള 3 പൊട്ടറ്റയാണ് എടുത്തത്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് നല്ല പോലെ ഒന്ന് ഇങ്ങനെ എല്ലാം ചേർത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇതൊരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കി. ഇതിപ്പോൾ ഏകദേശം പകുതി വെന്തിട്ടില്ലേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബീൻസ്, ഞാനൊരു 10 ബീൻസോളം കുറച്ച് വലുതായിട്ട് തന്നെ മുറിച്ച് വെച്ചതാണ്. ഇതുകൂടെ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇത് നല്ലപോലെ ഇളക്കിയിട്ട് ഒന്നിത് മൂടി വെക്കാം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് ഈ ഉള്ളിയിൽ തന്നെ കിടന്നിട്ട് ഇതൊന്ന് വെന്ത് വരും. ഉള്ളിയിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. അതിൽ കിടന്ന് തന്നെ ഇത് ഒന്ന് നല്ലപോലെ വെന്താലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാകും. വെള്ളം ചേർക്കാതെ തന്നെ ഈ എണ്ണയും ഉള്ളിയും എല്ലാം ഒന്ന് വെന്ത് വരണം. അപ്പോൾ ഇതൊന്നും കൂടെ നമുക്ക് അടച്ച് വെക്കാം. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇതിലേക്ക് ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി വേണമെങ്കിൽ ചേർത്താൽ മതി. ചപ്പാത്തിക്കെല്ലാണെങ്കിൽ ഒന്നും കൂടെ ഒരു ഗ്രേവി കിട്ടാൻ ചപ്പാത്തി കഴിക്കുമ്പോൾ കുറച്ചൊരു ഗ്രേവിയുള്ളത് കഴിക്കാനല്ലേ ഇഷ്ടപ്പെടുക. അതുകൊണ്ട് തക്കാളി വേണമെങ്കിൽ ചേർക്കാം. നമ്മുടെ ഉച്ചയ്ക്ക് ഊണിനെല്ലാണെങ്കിൽ നമുക്കതിലേക്ക് തക്കാളി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ ഈ തക്കാളി കൂടി ഒന്ന് ഇതിൽ വെന്ത് വരട്ടെ. ഇനി നമുക്ക് ഇതൊന്നുകൂടെ അടച്ചു കൊടുക്കാം. തക്കാളിയും ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലൊരു നമുക്ക് ചപ്പാത്തിക്കും അതായത് ചോറിനും എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. ഇത് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെനിക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ മസാല റെഡിയായി. നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം.